BMW സെയിൽസ് ഇങ്ങനെ പതിയെ ഇൻക്രീസ് ആയി തുടങ്ങി. ഏതാണ്ട് ഒരു 400% ടെസ്റ്റ് ഡ്രൈവിൻ്റെ റേറ്റ് ഇൻക്രീസ് ആയി എന്നാണ് BMW പറയുന്നത്. BMW ദുബായിൽ അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, അത് നമ്മളെ മാർക്കറ്റിംഗ് ടെക്നിക്കിൽ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. BMW ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ദുബായിലുള്ളൊരു പ്രശ്നം, EV അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊന്നും അവരെ വീട്ടിൽ ചാർജിങ് പോയിന്റുകൾ വെക്കാൻ കഴിയുന്നില്ല. കാരണം മിക്കവാറും ആളുകൾ ഫ്ലാറ്റിലായിരിക്കും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ പൊതുവെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുക പുറത്തുള്ള ചാർജിങ് സ്റ്റേഷനുകളായിരിക്കും. ഒരാൾ EV വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക, ചാർജിങ് സ്റ്റേഷൻ നിയർ മീ എന്നുള്ള രീതിയിലുള്ള സെർച്ച് ചെയ്യും. ഗൂഗിൾ മാപ്പിൽ ഏറ്റവും അടുത്തുള്ള ഒരു ലിസ്റ്റിംഗ് കാണിക്കും. അതിൻ്റെ റേറ്റിംഗ് എന്താണ്, റിവ്യൂ എന്താണൊക്കെ നോക്കിയിട്ട് തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം EVനെ പറ്റിയിട്ട് അവർ ചിന്തിച്ചു തുടങ്ങുള്ളൂ. ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയ BMW ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ദുബായിലുള്ള മിക്കവാറും 360 എബവ് ചാർജിങ് സ്റ്റേഷനുകൾ പോയിട്ട് ചാർജ് ചെയ്യിപ്പിച്ചു. ചാർജ് ചെയ്ത് മാത്രമല്ല, BMW ചാർജ് ചെയ്യുന്നൊരു ഫോട്ടോ എടുത്തിട്ട് റിവ്യൂ ഇട്ടു ആ ചാർജിങ് സ്റ്റേഷനെ പറ്റിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഒരാൾ വന്നിട്ട് ഈ ഗൂഗിൾ മാപ്പിൽ ഇത് ലിസ്റ്റിങ് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ BMW എല്ലായിടത്തും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് BMW കുറേ ഉണ്ട്, BMW വാങ്ങുന്നതായിരിക്കും കുറച്ചും പാടെ നല്ലത് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും BMW സെയിൽസ് ഇങ്ങനെ പതിയെ ഇൻക്രീസ് ആയി തുടങ്ങി. ഏതാണ്ട് ഒരു 400% ടെസ്റ്റ് ഡ്രൈവിൻ്റെ റേറ്റ് ഇൻക്രീസ് ആയി എന്നാണ് BMW പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ മാർക്കറ്റിംഗ് ടാക്ടിക്സ് അല്ലെങ്കിൽ ഗിമ്മിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മളെ സർവീസോ എന്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും.